watched and studied your previous classes, right? And today I am taking the new poem of Robert Frost, Mending Wall. And first of all, I like to introduce the theme to you. And what is the theme of the poem? There is a stone wall that separates the poet's property from his neighbors. Every year they find the wall being pulled down, break down. The poet tries to find many reasons for this. And let us go through the poem and take your textbook. First of all, you have to take your textbook and listen. Okay? Right. Mending Wall by Robert Frost. And listen the first stanza. Something there is that doesn't love a wall, that sends a frozen ground swell under it, and spills the upper boulders in the sun, and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the helping dogs. Something there is that doesn't love a wall. ഇവിടെ എന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്? Something there is that doesn't love a wall. Something there is in the nature that doesn't love a wall. ഒരു ഭിത്തി, അതായത് ഒരു വോൾ, ഒരു ഫെൻസ് കെട്ടുന്നതിനെ തടുക്കുന്ന എന്തോ ഒന്ന് എവിടെയുണ്ട്? ഈ പ്രപഞ്ചത്തിലുണ്ട്, ഈ പ്രകൃതിയിലുണ്ട്. That sends a frozen ground swell under it and spills the upper boulders in the sun. ഇത് എന്ത് സംഭവിക്കുകയാണ്? സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മുകൾ ഭാഗം മുഴുവനും ഉണങ്ങിക്കിടക്കുകയാണ്. പക്ഷേ തണുത്തുറഞ്ഞ ഭൂമിയാണ് അതിനിടയിലുള്ളത്. ആ തണുത്തുറഞ്ഞ ഭൂമിയിൽ നിൽക്കുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? വിള്ളലുകൾ സംഭവിക്കുന്നു. ആ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ ഈ മുകളിൽ കെട്ടിയിരിക്കുന്ന കട്ടകളെല്ലാം ഉരുണ്ട് താഴെ വീഴുന്നൊരവസ്ഥയാണ് സംഭവിക്കുന്നത്. That sends a frozen ground swell under it and splits the upper boulders in the sun and make gaps even two can pass abreast. ഇങ്ങനെ സ്വാഭാവികമായിട്ടും വിള്ളല് വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ടു പേർക്ക് വളരെ ഈസി ആയിട്ട് കടക്കാവുന്ന രീതിയിൽ വിള്ളലുകൾ സംഭവിക്കുകയാണ്. അവിടെ ചില ഗ്യാപ്സ് ഫോം ചെയ്യുകയാണ്. ഈ ഗ്യാപ്പിലൂടെ സുഖമായിട്ട് രണ്ടുപേർക്ക് ഊർന്ന് മറുവശത്തേക്ക് ഇറങ്ങാം. ആ ഒരു അവസ്ഥയിലാണ് ആരുടെ മതില്? നമ്മുടെ പോയിറ്റിൻ്റെ മതിൽ. പോയിറ്റ് ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മതിലിൻ്റെ അവസ്ഥയാണ് ഇവിടെ അദ്ദേഹം ഫസ്റ്റ് സ്റ്റാൻസയിൽ വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സംതിങ് ദെർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ദാറ്റ് സെൻഡ്സ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. എന്തോ ഒന്ന് ഈ പ്രകൃതിയിലുണ്ട്. ഈ ഭിത്തിയെ അല്ലെങ്കിൽ ഈ വോളിനെ, ഈ ഫെൻസിനെ, ഈ വേലിയെ ഇഷ്ടപ്പെടാത്തതായിട്ട്. അതാണ് കവി പറയുന്നത്. സംതിങ്, സമ്മണെന്നല്ല, ആരോ ഒരാളെന്നല്ല, എന്തോ ഒന്നുണ്ട് ഈ പ്രകൃതിയിൽ. അത് എന്തായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ഗവേഷണം നടത്തുന്നത്. എന്തായിരിക്കാം? അത് ഊഹമാണ്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. അപ്പം രണ്ടുപേർക്ക് കടക്കാവുന്ന ഈ വിള്ളലുകൾ എങ്ങനെ സംഭവിക്കുന്നു? കവി അതിന് പറയുന്ന റീസൺസ് ഇതൊക്കെയാണ്. എന്താണ്? The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding. Listen these lines. ശ്രദ്ധിക്കുക. എന്താണ്? വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. ഇതിനകത്ത് സംഭവിക്കുന്നത് വേട്ടക്കാരുടെ ചില ഇടപെടലുകളാണ്. അവരെന്താണ് ചെയ്യുന്നത്? I have come after them and made repair where they would have left not one stone on a stone. ഒരു കല്ലിൻ്റെ പുറത്ത് ഓരോ കല്ലുകളായിട്ട് പെറുക്കി വെച്ചിരിക്കുകയാണ്. ആ കല്ലുകളെല്ലാം അടർത്തി മാറ്റുന്ന പണി ആരാണ് കാണിക്കുന്നതെന്നാണ് ഒന്നാമതായിട്ട് ആര് ഊഹിക്കുന്നത്? കവി ഊഹിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? They would have the rabbit out of hiding. അവിടെ ഒളിച്ചിരിക്കുന്ന ചില മുയൽ കുഞ്ഞുങ്ങളുണ്ട്. മുയലിന് വലിയ ഇഷ്ടമുണ്ട്. Little rabbits like to hide inside the wall from the hunters, and then tear they broke down the wall to find them. അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ വേട്ടക്കാർ എന്ത് ചെയ്യുന്നു? അവർ ഈ മതിലുകളെല്ലാം പൊളിച്ച് താഴെയിടും. അങ്ങനെ ആരെ കണ്ടുപിടിക്കുന്നു? റാബിറ്റ്സ്. അങ്ങനെ ഈ വേട്ടക്കാർ കാണിക്കുന്ന ഇത്തരം പ്രവർത്തികളായിരിക്കാം ഒരുപക്ഷേ മതിലിനെ താഴേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പം കവി കാണുന്ന ഒരു സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്.
അപ്പോൾ ഒന്ന് പറയുന്നു സൂപ്പർ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് കവി ഊഹിക്കുന്നു. മറ്റൊന്ന് കവി പറയുന്നത് ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the helping dogs. ഇവിടെ to please the helping dogs എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹെൽപ്പിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കുരച്ചുകൊണ്ട് ചാടുന്ന വേട്ടപ്പട്ടികൾ. അവ കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു സ്വല്പം ഹ്യൂമർ സെൻസ് ആണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് പട്ടികളാണ് ആരെ കണ്ടെത്തുന്നത്? റാബിറ്റ്സിനെ. ഇവിടെ റാബിറ്റ്സിനെ കണ്ടെത്താനായിട്ട് വേട്ടക്കാരൻ പട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കുരച്ചുകൊണ്ട് ചാടുന്ന ഈ വേട്ടപ്പട്ടികളെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുന്നു? മതിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഈ റാബിറ്റ്സിനെ കണ്ടെത്താനായിട്ട് വേട്ടക്കാരൻ അതിൻ്റെ മതിലുകളുടെ ഇഷ്ടികകൾ അല്ലെങ്കിൽ കല്ലുകൾ ഇളക്കി മാറ്റുന്നു. അങ്ങനെ ആരെ സഹായിക്കുന്നു? ഹെൽപ്പിംഗ് ഡോഗ്സ്. ഹെൽപ്പിംഗ് ഡോഗ്സ് കുരച്ച് ചാടുന്ന ഈ പട്ടികളെ സഹായിക്കാനായിട്ട്, വേട്ടപ്പട്ടികളെ സഹായിക്കാനായിട്ട് ഈ വേട്ടക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കാം എന്ന് ആര് പറയുകയാണ്? കവി പറയുകയാണ്. അങ്ങനെ രണ്ട് ഊഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് സൂപ്പർ നാച്ചുറൽ തിങ് ആണ് ഈ ഫെൻസുകൾ നശിപ്പിക്കുന്നത്, മറ്റൊന്ന് വേട്ടക്കാരുടെ പ്രവൃത്തികൾ. അതാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇത്രയും ഭാഗം നന്നായിട്ട് വായിക്കുക. സംതിങ് ദെർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ദാറ്റ് സെറ്റ്സ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ് and spills the upper boulders in the sun and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the helping dogs. ഇത്തരം പ്രവർത്തികൾ കാണിക്കുമ്പോൾ നമ്മുടെ കവി അതിന് പിന്നാലെ പോവുകയാണ്. ഈ ഓരോ വർഷവും ഈ മതിലുകൾ ഇടിഞ്ഞു വീഴുകയാണ്. ആ ഇടിഞ്ഞു വീഴുന്ന മതിൽ നന്നാക്കാനായിട്ട് ഈ വേട്ടക്കാർ ചെയ്തിട്ട് പോകുമ്പോൾ അതിന് പുറകെ ആര് പോകുന്നു? കവി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ നന്നായിട്ട് വായിക്കുക. Let us listen the next stanza. The gaps I mean, no one has seen them made or heard them made, but at spring melting time we find them there. I let my neighbor know beyond the hill, and on a day we meet, walk the line and set the wall between us once again. We keep the wall between us as we go to ease the boulders that have fallen to each. And some are loose and some so nearly walls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. The gaps I mean, നേരത്തെ പറഞ്ഞു കവി, ഇപ്പം രണ്ടു പേർക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോകാവുന്ന രീതിയിലുള്ള ഗ്യാപ്പുകൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. ആരും ഇത് ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല, ആരും ഇത് സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നില്ല, ആരും ഇത് കണ്ടിട്ടുമില്ല. ഇത്തരം ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? ആർക്കും ഇതെല്ലാം കവിയുടെ ഊഹങ്ങളാണ്. സൂപ്പർ നാച്ചുറൽ തിങ് ആണോ ഇതുണ്ടാക്കുന്നത്? ഹണ്ടേഴ്സിൻ്റെ പ്രവൃത്തിയാണോ ഇതുണ്ടാക്കുന്നത്? എന്തായാലും ഇത് ആരാണ് സൃഷ്ടിക്കുന്നതെന്നോ ഇത് ആരെങ്കിലും ഉണ്ടാക്കുന്നതായിട്ടോ ആരും കാണുന്നില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൽറ്റിംഗ് ടൈം വി ഫൈൻഡ് ദം ദെയർ. ബി, ഇവിടെ ബി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരുപക്ഷേ കവിയുടെ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നെയ്ബർ ആയിരിക്കാം. എന്തായാലും കവിതയുടെ അവസാനം നമുക്ക് മനസ്സിലാവും അത് ആരാണ്. We find the gaps there in spring melting time. സ്പ്രിങ്ങിലാണ് എല്ലാവരും, പ്രത്യേകിച്ച് വിദേശ കാലാവസ്ഥകളെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥകളാണ്. നമ്മുടെ കൂട്ടത്തെ അല്ല, വളരെ വിൻ്ററും സമ്മറും ഒക്കെ വളരെ കൃത്യമായിട്ട് അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് വിദേശ കാലാവസ്ഥകൾ. നമ്മുടെ രീതിയിലുള്ള കാലാവസ്ഥയല്ല അവർക്കുള്ളത്. അപ്പം സ്പ്രിംഗ് സീസൺ അവർക്ക് എന്തിനുള്ള കാലമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത്തരം പ്രവർത്തികൾ അതിൽ വിൻ്ററിലും അതുപോലെ തന്നെ കടുത്ത മഴയിലും ഒക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ മെൻഡ് ചെയ്യുന്ന സമയമാണ്, ഇവയെല്ലാം നന്നാക്കുന്ന സമയമാണ് സ്പ്രിംഗ് സീസൺ. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ ഞങ്ങൾ ഒത്തുകൂടുന്നത് മെൻഡിങ്ങിന് വേണ്ടിയാണ്, ഇതെല്ലാം നന്നാക്കുന്നതിന് വേണ്ടി. അപ്പം അതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് നന്നാക്കാനായിട്ട് ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കും? എല്ലാ സ്പ്രിംഗ് ടൈമിലും ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. അപ്പോൾ ഒത്തുകൂടുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ഗ്യാപ്സ് അവിടെ ഫോം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതാണ് പറയുന്നത്. No one has seen them made or heard them made, but at spring melting time we find them there. മനസ്സിലായല്ലോ? Yes. I let my neighbor know beyond the hill, and on a day we meet, walk the line and set the wall between us once again. I let my neighbor know beyond the hill. കുന്നിനപ്പുറമുള്ള
വളരെ വിശാലമായ ഭൂപ്രദേശമാണ്. അതിനപ്പുറത്തൊരു കുന്നിനപ്പുറത്താണ് ആര് താമസിക്കുന്നത്? തൊട്ട അയൽക്കാരൻ താമസിക്കുന്നത്. ആ നെയ്ബറിനെ ഞാൻ വിളിക്കും, ഫോണിലൂടെയോ മറ്റേതെങ്കിലും സോഴ്സിലൂടെയോ ഞാൻ അറിയിക്കും അദ്ദേഹത്തിനെ. എന്താണ് പറയുന്നത്? And on a day we need to walk the line and set the wall between us once again. രണ്ടുപേരും കൂടി ഒരു ഫിക്സഡ് ടൈം വെക്കും, രണ്ടുപേർക്ക് സൗകര്യപ്രദമായൊരു ദിനം വെക്കും. അപ്പോൾ എന്നിട്ട് രണ്ടുപേരൂടെ വന്നിട്ട് ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള ഫെൻസ് നന്നാക്കുന്ന ജോലിയാണെന്ന്. അപ്പോൾ രണ്ടുപേരോട് ഒരു ഡേറ്റ് തീരുമാനിച്ച് രണ്ടുപേരും അവർക്ക് സൗകര്യപ്രദമായ സമയം നോക്കി എത്തിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? And on a day we meet to walk the line and set the wall between us once again. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ ആ വർഷത്തേക്ക് മുഴുവൻ നിലനിൽക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്കിടയിലുള്ള മതിലിനെ വളരെ സുന്ദരമായിട്ട് ഭദ്രമായിട്ട് സംരക്ഷിക്കാനുള്ള ജോലി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ നെയ്ബറിൻ്റെ ഭൂമിയിലൂടെ ആ സ്ഥലത്തൂടെ അയാൾ നടക്കുന്നു, നമ്മുടെ പൊയറ്റിൻ്റെ വഴിയിലൂടെ ആര് നടക്കുന്നു? പൊയറ്റും നടക്കുന്നു. രണ്ടുപേർക്കും ഇടയിലുള്ള വോളിൻ്റെ ഗ്യാപ്പ് എവിടെയാണ്? അവിടെ പരസ്പരം മുഖം കണ്ട് കാണാം. ആ ഭാഗം അവരെന്ത് ചെയ്തു? ഈ താഴെ വീണ് കിടക്കുന്ന ഇഷ്ടികകൾ പെറുക്കി അവ സെറ്റ് ചെയ്ത് റെഡിയാക്കും. ഇതാണ് ചെയ്യുന്നത്. സ്പ്രിംഗ് മെൻറ്റിംഗ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. And on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. കടന്നു പോകുന്ന വഴിയിലെല്ലാം എവിടെ ഗ്യാപ്സ് ഉണ്ടോ അതെല്ലാം ഫില്ല് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. To ease the boulders that have fallen to each, and some are loose and some so nearly walls, we have to use a spell to make them balance. അപ്പം ഈ ഗ്യാപ്പുകളിൽ നിന്ന് ഊർന്ന് വീണ് കിടക്കുന്ന കല്ല് കഷ്ണങ്ങളെ വളരെ ഭംഗിയായിട്ട് കവി എടുത്തു വെച്ച് പരിശോധിക്കുന്നു, റീ എക്സാമിൻ ചെയ്യുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. To ease the boulders that have fallen to each, some are loose and some so nearly walls. കുറച്ചൊക്കെ എന്താണ്? അപ്പക്കഷ്ണങ്ങൾ പോലെ, ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പോലെ ഇരിക്കുന്നു. ലോസിൻ്റെ മീനിങ് അതാണ്. റൊട്ടിയുടെ, ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പോലെയുള്ള കുറേ ബൗൾഡേഴ്സ് ഉണ്ട്. മറ്റു ചിലത് ബോളുകളേക്കാൾ ചെറുതും ആണ്. സോ നിയർലി ബോൾസ്, ബോളുകളെ പോലെ തോന്നിക്കുന്ന ഉരുണ്ട ബൗൾഡേഴ്സാണ് മറ്റു ചിലത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ബൗൾഡേഴ്സാണ് ആര് നന്നാക്കാൻ ഉപയോഗിക്കുന്നത്? ഈ കവിയും അദ്ദേഹത്തിൻ്റെ നെയ്ബറും. ആൻഡ് വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. നമുക്കറിയാം ബോൾസ് പോലെ ഇരിക്കുന്ന ആ ബൗൾഡേഴ്സിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക വളരെ അസാധ്യമാണ്. അതുകൊണ്ടാണ് കവി പറയുന്നത് വി ഹാവ് ടു യൂസ്, നമുക്ക് ചില മന്ത്രവാദം, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു ഫിക്സ് ദം ദെയർ. നന്നായിട്ട് അതിനെ ഒന്ന് ഉറപ്പിക്കാൻ എന്താണ് ആവശ്യമുള്ളത്? ഒരു സ്പെൽ ആവശ്യമുണ്ട്. സം മാജിക്. വി want to use some magic to fix the boulders there. ആ വോളിൽ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നതിനെ കുറിച്ച് സ്പെല്ല് ആവശ്യമുണ്ട്, ഒരു മന്ത്രവാദം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് എന്നിട്ട് പറയുന്നത്? ഉറപ്പിച്ച് വെച്ച് അതിൻ്റെ പുറത്തേക്ക് ആ ബോൾസ് പോലെ ഇരിക്കുന്ന ഉരുണ്ട വസ്തുക്കൾ എടുത്ത് വെച്ചിട്ട് എന്താണ് കവി പറയുന്നത്? കവിയും നമ്മുടെ നെയ്ബറുടെ സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്ക്സ് ആർ ടേൺഡ്. ഇങ്ങനെ ഒരു മന്ത്രവാദം, ഒരു സ്പെല്ല് പോലെ പറയാണ്. ഇരിക്കുക, അവിടെ ഉറച്ചിരിക്കുക. എപ്പോഴും ഞങ്ങൾ തിരിയുന്നത് വരെയെങ്കിലും ഈ ബോളുകളെ നിങ്ങൾ, അല്ലെങ്കിൽ ബൗൾഡേഴ്സ് നിങ്ങൾ ഉറച്ചവിടെ ഇരിക്കുക എന്നൊരു സ്പെൽ പ്രയോഗിച്ചത് ആണ്. ഇവിടെ ഒരു ഹ്യൂമറായിട്ടാണ്, കുറച്ച് തമാശ രൂപത്തിലാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം ഒരിക്കലും ബോൾ പോലെ ഇരിക്കുന്ന സാധനം അവിടെ ഉറച്ചിരിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഈ ബോൾസ് അല്ലെങ്കിൽ ഈ ബൗൾഡേഴ്സ് അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ പറയുകയാണ് അറ്റ്ലീസ്റ്റ് ഞങ്ങളത് തിരിച്ചു വരുന്നത് വരെയെങ്കിലും ഇത് അവിടെ ഒന്ന് ഇരിക്കണേ എന്ന് ഒരു സ്പെല്ല് പ്രയോഗിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് സ്വല്പം ഹ്യൂമർ സെൻസോടുകൂടി ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുകയാണ്. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്ക്സ് ആർ ടേൺഡ്. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിംഗ് ദം. കാരണം ഞങ്ങളുടെ കൈകൾ എങ്ങനെയായിരിക്കുന്നു? ഇത്തരത്തിലുള്ള പല വലിപ്പത്തിലുള്ള ഈ ബൗൾഡേഴ്സിൻ്റെ കഷ്ണങ്ങളെ എടുത്ത് വെച്ച് ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്ത് മുന്നോട്ട് നീങ്ങി ഞങ്ങളുടെ കൈകളെല്ലാം റഫായിരിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോറലുകളും ചില കൈകൾക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഫിംഗേഴ്സ് എല്ലാം വളരെ റഫായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ സ്റ്റാൻസായും നന്നായിട്ട് വായിക്കുക. നമുക്കിനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക്